എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷിബിൻ. എൻ്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തനിക്ക് ലഭിക്കാതെ പോയ സന്തോഷങ്ങളെല്ലാം തൻ്റെ മക്കൾക്ക് ലഭിക്കണം എന്ന ആഗ്രഹമാണ് എല്ലാ അമ്മമാരെയും മനോഹരമാക്കുന്നത്. എന്തർത്ഥവത്തായ മനോഹരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ? കുറച്ച് ദിവസം മുമ്പ് ഞാൻ വായിച്ച ബോബു ജോസ് കട്ടിക്കാട്ടച്ചൻ എഴുതിയ അവളെന്ന പുസ്തകത്തിൽ വായിച്ച ഒരു റഷ്യൻ നാടോടിക്കഥയുണ്ട്. തൻ്റെ അമ്മയെ കാണാതെ നാട് മുഴുവൻ കരഞ്ഞുകൊണ്ട് ഓടി നടന്ന് അന്വേഷിക്കുന്ന ആ കുഞ്ഞു മകനോട് തൻ്റെ അമ്മയെ കാണാൻ എങ്ങനെ ഇരിക്കും എന്ന നാട്ടുകാരുടെ ചോദ്യത്തിന് അവൻ പറയുന്ന ഉത്തരം ഇങ്ങനെയാണ്: എൻ്റെ അമ്മ ഞാൻ കണ്ടതിൽ വെച്ച് ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ ഒരു സ്ത്രീയാണ്. അവസാനം അവൻ്റെ അമ്മയെ കണ്ടു കിട്ടുമ്പോൾ ആ സുന്ദരിയെ സ്ത്രീയെ കാണാൻ ഓടിക്കൂടുന്ന ഗ്രാമവാസികൾ മുഴുവൻ അമ്പരന്നു പോവുകയാണ്. കാരണം അവരുടെ സങ്കല്പത്തിൽ നിരൂപിക്കാൻ പറ്റുന്നതിനേക്കാൾ വിരൂപയായ ഒരു സ്ത്രീയായിരുന്നു അവൻ്റെ അമ്മ. ആ അധ്യായത്തിന്റെ അവസാനത്തിൽ ബോബിയച്ചൻ ഇങ്ങനെ കൂടെ എഴുതി വെക്കുന്നുണ്ട്: ഒരാൾ അവശേഷിപ്പിക്കുന്ന നന്മയല്ലേ അയാളുടെ യഥാർത്ഥ സൗന്ദര്യമെന്ന്. ശരിയല്ലേ? ഇന്ന് എൻ്റെ ഈ വീഡിയോയിലും ഞാൻ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ അമ്മയുടെ യഥാർത്ഥ സൗന്ദര്യത്തെ പറ്റിയാണ്. ഒരു പക്ഷേ നിങ്ങൾ എൻ്റെ തംബ്നെയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അതിങ്ങനെയാണ്: അമ്മ തുന്നിയ ചിറകുകൾ. അഫ്കോഴ്സ് എൻ്റെ അമ്മ ഒരു തുന്നൽക്കാരിയാണ്, ഒരു തുണി തയ്ക്കുന്ന അമ്മയാണ്. അമ്മ എന്നും അടുത്തുള്ളൊരു കടയിൽ പോയിട്ടാണ് തുണി തയ്ക്കാറുള്ളത്. എൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും ഞങ്ങൾ 3 മക്കളാണ്. ഞാൻ മൂത്തയാൾ, അതിന് താഴെ എൻ്റെ അനിയൻ, അതിന് താഴെ എൻ്റെ അനിയത്തി. എൻ്റെ അമ്മ തുന്നിയ അമ്മയുടെ 3 ചിറകുകളാണ് ഞാനും എൻ്റെ അനിയനും എൻ്റെ അനിയത്തിയും. ഞങ്ങൾ 3 മക്കൾ. അപ്പോൾ ഒരു ചോദ്യം: എൻ്റെ അപ്പൻ്റെ ചിറകുകളോ? ഉറപ്പായിട്ടും എൻ്റെ പപ്പയുടെ ചിറകുകളും ഞങ്ങൾ 3 മക്കളും തന്നെയാണ്. ബട്ട് ദിസ് വീഡിയോ ഈസ് ഓൺലി അബൌട്ട് മൈ മദർ. എന്നോട് ഒരു പക്ഷേ ആരെങ്കിലും ഒരു ചോദ്യം ഇങ്ങനെ ചോദിക്കുവാണ്: ഷിബിനെ, നീ എന്നും മറക്കാതെ ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? ഉറപ്പായിട്ടും വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ എനിക്ക് പറയാൻ സാധിക്കും: ഞാൻ എന്നും എവിടെ പോകുന്നതിന് മുമ്പും എൻ്റെ അമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുത്തിട്ടാണ് പോകാറുള്ളത്. അതുപോലെ അമ്മ എനിക്കും തിരിച്ചൊരു ഉമ്മ തരും. ഞാൻ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം, ഏറ്റവും കൂടുതൽ ഞാൻ വേദനിപ്പിച്ചിട്ടുള്ളത് എൻ്റെ അമ്മയാണ്. ഒരുപക്ഷെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കുക നിങ്ങളുടെ അമ്മമാരെ ആയിരിക്കാം. എൻ്റെ SSLC റിസൾട്ട് വന്നപ്പോൾ മകന് 8A+ എങ്കിലും ഉണ്ടാകുമെന്ന് കരുതി റിസൾട്ട് നോക്കിയ എൻ്റെ അമ്മയ്ക്ക് തെറ്റി. കണ്ടതും വെറും 3A+. അമ്മ അന്ന് എന്നെ വഴക്കൊന്നും പറഞ്ഞില്ല. പലരും ഫോണിൽ വിളിച്ച് മകന് എത്ര A+ ഉണ്ട് എന്ന് തിരക്കിയപ്പോൾ എൻ്റെ അമ്മ ഒരു ചമ്മലും കൂടാതെ അവരോടെല്ലാം പറഞ്ഞു, അവന് 3A+ ഉണ്ട്. അന്ന് വൈകുന്നേരം വരെ നാണക്കേട് കൊണ്ട് ആരെയും ഫേസ് ചെയ്യാൻ പറ്റാതെ പുറത്തു പോലും ഇറങ്ങാതിരുന്ന എന്നെ പള്ളിയിലെ KCYM ചേട്ടന്മാരുടെ കൂടെ ആ മാസം നടക്കുന്ന മാതാവിൻ്റെ വണക്കമാസ പ്രാർത്ഥനയ്ക്ക് പറഞ്ഞു വിട്ട് +2 നമുക്ക് നല്ല മാർക്ക് മേടിക്കാം എന്ന് പറഞ്ഞ എൻ്റെ അമ്മയെ ഞാൻ ഇന്നും ഓർക്കുന്നു. സെമിനാറിൽ പോകാം എന്ന് പെട്ടെന്നൊരു തീരുമാനമെടുത്തപ്പോൾ ആ തീരുമാനം എൻ്റെ കുടുംബക്കാരും അടുത്ത ബന്ധുക്കളും ഒക്കെ പൊട്ടത്തരമാണെന്ന് പറഞ്ഞ് പരിഹസിച്ച് വിധി എഴുതിയപ്പോൾ എൻ്റെ ആഗ്രഹത്തിന് കൂടെ നിന്ന് എന്നെ സെമിനാറിൽ പറഞ്ഞു വിട്ടത് എൻ്റെ അമ്മയാണ്. എന്നും എനിക്ക് വേണ്ടി ഞാൻ സെമിനാറിൽ പോയപ്പോൾ അടുത്തുള്ള ഇടവക പള്ളിയിൽ പോയി എന്നും രാവിലെ 6 മണി കുർബാനയ്ക്ക് പോയി പ്രാർത്ഥിച്ച ഒരമ്മയെ ഇന്നും ഞാൻ ഓർക്കുന്നു. അവസാനം സെമിനാറിൽ പോയി തിരിച്ചു പോന്നപ്പോൾ, 3.5 വർഷം കഴിഞ്ഞ് പഠിത്തം പൂർത്തിയാക്കാതെ തിരിച്ചു പോന്നപ്പോൾ പലരും എന്നെ കുറ്റപ്പെടുത്തിയപ്പോഴും കളിയാക്കിയപ്പോഴും എൻ്റെ അമ്മ മാത്രം എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ സെമിനാറിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഇച്ചിരി ഡിസപ്പോയിൻറ്റഡ് ആയപ്പോൾ എന്നെ സ്നേഹം വിളമ്പി ചേർത്ത് പിടിച്ചത് എൻ്റെ അമ്മയാണ്. എന്നെ മനസ്സിലാക്കിയതും എൻ്റെ അമ്മയാണ്. ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നതും എൻ്റെ അമ്മയോടാണ്. ഇന്ന് ഈ സമയത്ത് പോലും അമ്മയ്ക്ക് വലിയ പ്രായമില്ലെങ്കിലും തുണി തയ്ക്കാൻ പോകുന്നത് കൊണ്ട് ഡിസ്ക് കംപ്ലൈൻ്റ് ആയി ഇടുപ്പിൽ ഒരു ബെൽറ്റും ഇട്ടുകൊണ്ട് എന്നും അമ്മ തുണി തയ്ക്കാനായിട്ട് പോകും. തിരിച്ചു പോരുമ്പോൾ എൻ്റെ ഇടവക പള്ളിക്ക് അടുത്തുള്ള കുരിശ് പള്ളിയിൽ മാതാവിൻ്റെ ഒരു കുരിശിടിയുണ്ട്. അവിടെ എന്നും ഒരു മെഴുകുതിരി കത്തിക്കാനായിട്ട് അമ്മ കയറും. ഒരു പക്ഷേ അമ്മ കത്തിച്ച ആ മെഴുകുതിരി ഇന്ന് ഉരുകി പ്രകാശിക്കുന്ന ആ മെഴുകുതിരിക്കും മാതാവിന് മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന എൻ്റെ അമ്മയ്ക്കും പ്രാർത്ഥിക്കാനുള്ളത് ഒരു കാര്യമായിരിക്കും: എന്നെ വീണ്ടും ഇങ്ങനെ പ്രകാശിപ്പിക്കാനായിട്ട് അനുവദിക്കണമേ. ആമേൻ. എനിക്ക് തോന്നുന്നു ചില്ലുകൂട്ടിലിരിക്കുന്ന നസ്രത്തിലെ മറിയത്തിനും നമ്മുടെ ഓരോ അമ്മമാർക്കും ഒരേ മണമാണെന്ന്. എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഈ ഇടയ്ക്ക് എൻ്റെ കോളേജിലെ പ്രിൻസിപ്പളുമായിട്ട് സംസാരിക്കുന്നിടയായപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്: സ്വന്തം അമ്മയുടെ സ്നേഹം നിഷേധിക്കപ്പെട്ട മകൻ സമൂഹത്തിലും നിഷേധിക്കപ്പെടുന്നു. ശരിയല്ലേ? താങ്ക് യു.